السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഈ അനുഗ്രഹീത വേദിയുടെ ആധ്യക്ഷം വഹിക്കുന്ന സയ്യിദ് റഷീദ് അലി തങ്ങളവറുകളെ, വേദിയിൽ സന്നിഹിതരായ ബഹുമാന്യരായ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, സമസ്ത കേരള ജമഅത്തുൽ ഉലമയുടെ പോഷക സംഘടനകളുടെ സമുന്നതരായ നേതാക്കൾ, ഈ മഹത്തായ സംഗമത്തിലൊത്തുകൂടിയ സ്നേഹധന്യരായ സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, വളരെ അനുഗ്രഹീതമായ ഒരു സംഗമത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ഈ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആത്മീയമായി, സാംസ്കാരികമായി, രാഷ്ട്രീയമായി ഒക്കെ നേതൃത്വം നൽകിയ, ഒരു കാലത്ത് ഈ പ്രദേശത്തുകാരുടെ അത്താണിയായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് പി തങ്ങൾ നവറുല്ലാഹു മർക്കദ മഹാനുഭാവന്റെ റൂസ് മുബാറക്കാണ് ഇന്നീ വേദിയിൽ നടന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ഈ പ്രൗഢമായ ചടങ്ങിൽ അഭിവന്ദരായ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് നവറുല്ലാഹു മർക്കദ മഹാനുഭാവനെ നമ്മൾ ഓർക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുവരുടെയും ഉഖ്റവിയായ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. നാളെ സ്വർഗീയമായ ലോകത്ത് അവരെയും നമ്മയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകൾക്കും അഭിവന്ദരായ ഉസ്താദിനെ കുറിച്ച് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാകും. ഒട്ടേറെ വർഷക്കാലം സമസ്ത കേരള ജമഅത്തുൽ ഉലമ എന്ന ഈ മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിലടക്കം ഒട്ടേറെ വൈജ്ഞാനികമായ സംരംഭത്തിന് നേതൃത്വം നൽകി പതിനായിരക്കണക്കിന് വരുന്ന പണ്ഡിത പ്രതിഭകളെ ലോകത്തിന് സമർപ്പിക്കുകയും ചെയ്ത അഭിവന്ദരായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് നവറുല്ലാഹു മർക്കദ ഉസ്താദ് അവർകൾ വിട പറഞ്ഞപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ശൂന്യതയാണ്. വർത്തമാനകാല സാഹചര്യത്തിൽ വളരെ സമചിത്തതയോടുകൂടി ഏത് പ്രക്ഷുബ്ധമായ കാലാവസ്ഥയിലും ഈ മഹിതമായ പ്രസ്ഥാനത്തെ നയിക്കാനുള്ള വലിയ പ്രാപ്തി അഭിവന്ദരായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിനുണ്ടായിരുന്നു. ഉസ്താദിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകൾക്കും അറിയാവുന്നതുപോലെ വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും ഒക്കെ ആൾരൂപമായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന. ഒരു വൈജ്ഞാനികമായ സംരംഭത്തിന് നേതൃത്വം നൽകുകയും ഒരു മഹാപ്രസ്ഥാനത്തിന്റെ കാര്യദർശിയായി നേതൃപരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലും ഏതൊരു കുട്ടിയോടും വളരെ വിനയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി, അവരർഹിക്കുന്ന ആദരവോടുകൂടി പെരുമാറാൻ അഭിവന്ദരായ ഷെയ്ഖുന ഉസ്താദ് അവർക്ക് സാധിച്ചിരുന്നു. ഒരു യഥാർത്ഥ ആലിമിന്റെ ഏറ്റവും വലിയ സവിശേഷതയും അത് തന്നെയാണ്. ഇൽമിന്റെ ഗാംഭീര്യം കൂടുന്നതിനനുസരിച്ചുകൊണ്ട് വിനയത്തിന്റെ ശിരസ് കുനിഞ്ഞുകൊണ്ടേയിരിക്കും. ഖസാനത്തുൽ ഇൽമി മൻ കാനത് തുസഖിലുഹു യംശി ബിഹാ ഖളിഅൻ മിഖ്ദാർ അസ്ഖാലി വയസ്ജുദുൽ ഉസ്നു ബിൽ അദ്മാരി ഇദ് ഹമലത് അഷ്ജാറുഹു ദാലിയൻ മിൻ ബഅദി ഇദ്ലാലി. ഇൽമിന്റെ അറിവിന്റെ കനം കൂടുന്നതനുസരിച്ചുകൊണ്ട് വിനയത്തിന്റെ ശിരസ് കുനിഞ്ഞുകൊണ്ടേയിരിക്കും. ഫലങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ ഭൂമിയിലേക്ക് എങ്ങനെയാണോ താഴ്ന്നുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണ് ഇൽമിന്റെ കനമനുസരിച്ചുകൊണ്ട് ഒരു പണ്ഡിതന്റെ വിനയത്തിന്റെ ശിരസ് കുനിയുന്നത് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. ആ രീതിയിൽ പ്രത്യേകിച്ച് SKSSFന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏതു കാര്യങ്ങൾ നമ്മൾ ബോധിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ അടുത്ത് വന്ന് പറഞ്ഞാലും എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ്, വാത്സല്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ചേർത്ത് പിടിക്കാറുള്ളത്. ആ സ്നേഹമാണ്, ആ വാത്സല്യമാണ് മഹാനായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിന്റെ ഏറ്റവും വലിയ സവിശേഷത. ആ വിനയവും ലാളിത്യവും ഒക്കെ മുഖമുദ്രയായി മുന്നോട്ട് പോകുമ്പോഴും സമസ്ത കേരള ജമഅത്തുൽ ഉലമയുടെ ആദർശം, നിലപാടുകൾ ആരുടെ മുന്നിലും അതിശക്തമായി തുറന്നു പറയാനുള്ള ആർജവും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിനുണ്ടായിരുന്നു. ഉസ്താദിന് ഒട്ടേറെ പ്രഭാഷണങ്ങളിൽ, അന്തർദേശീയ തലങ്ങളിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് നടത്തിയിട്ടുള്ള ധീരോദ്ധാത്തമായിട്ടുള്ള ഇടപെടലുകൾ ഒരു ഓർമ്മയായി പങ്കുവച്ച് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. റാബിത്തയുടെ യോഗത്തിൽ അന്തർദേശീയ രംഗത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള വേദിയിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാരമ്പര്യത്തിന് നിരക്കാത്ത ഒരു വാദം ആ വേദിയിൽ വെച്ച് ഒരാൾ പ്രബന്ധമായി അവതരിപ്പിച്ചപ്പോൾ അഭിവന്ദരായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് ആ വേദിയിൽ വെച്ച് ആ പണ്ഡിതനെ തിരുത്തിയത്
പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ഒക്കെ പ്രാമാണബദ്ധമായിട്ട് ആ സദസ്സിന് മുന്നിൽ വ്യക്തമാക്കി കൊടുത്തത് അഭിമാനത്തോടു കൂടി തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവർകൾ പങ്കുവെക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവർകൾ പറയാറുണ്ട്, ഇങ്ങനെ ആർജവത്തോടുകൂടി അഹ്ലുസ് സുന്നയുടെ ഈ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാൻ എനിക്ക് അവസരമുണ്ടായത് എന്റെ അഭിമന്ദരായ ശൈഖുനാ ശംസുൽ ഉലമ നൽകിയിട്ടുള്ള ഊർജ്ജമാണ്, ആവേശമാണ്. ആ ശംസുൽ ഉലമയുടെ ശിഷ്യനായി മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ ജീവിതം അനുഭവിക്കുകയും അത് ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യാൻ അവസരമുണ്ടായതുകൊണ്ടാണ് ഈ രീതിയിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി ധീരമായി ഇടപെടാൻ എനിക്ക് സാധ്യമായത് എന്ന് അഭിമന്ദരായ ശൈഖുനാ ഉസ്താദ് അവർകൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. മഹാനായ ശൈഖുനാ അലിക്കുട്ടി ഉസ്താദ് നമ്മളോട് കൂടെ പറഞ്ഞു. പക്ഷെ ഉസ്താദ് ജീവിതം കൊണ്ട് ഒരു സന്ദേശം, ജീവിതം കൊണ്ട് ഒരു വലിയ സന്ദേശം നമുക്ക് സമർപ്പിച്ചുകൊണ്ടാണ് മഹാനായ ശൈഖുനാ നമ്മോട് യാത്രയായത്. ആ സന്ദേശത്തെ ജീവിതത്തിലേക്ക് ചേർത്തു പിടിച്ചു പരിശുദ്ധമായ ദീനിന്റെ പാരമ്പര്യത്തിനും പൈതൃകത്തിനുമൊക്കെ കരുത്തുവരുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ബഹുമാനപ്പെട്ട ശൈഖുനാ ആലിക്കുട്ടി ഉസ്താദിന്റെ ഓർമ്മകൾ നമുക്കൊരു പ്രചോദനമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ അനുഗ്രഹീതമായ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിവന്ദരായ ശൈഖുനാ ഉസ്താദ് അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവർ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ ഖിദ്മത്തുകളെയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതൊക്കെ അവരുടെ ഖബറിനകത്ത് അല്ലാഹു ഒരു പ്രകാശമാക്കി എത്തിച്ചു കൊടുക്കട്ടെ. നാളെ സ്വർഗീയമായ ലോകത്ത് അല്ലാഹു ഉന്നതമായ പദവി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയൊക്കെ വഴിയെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അതിശക്തമായി മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ മജ്ലിസിൽ നമ്മൾ അനുസ്മരിച്ച മഹാനായ സയ്യിദ് പി തങ്ങൾ അടക്കമുള്ള മുഴുവൻ ആളുകൾ അല്ലാഹു അവരെയൊക്കെ നാളെ സ്വർഗീയമായ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.